ഹലോ, എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഏകദേശം 2023 കറണ്ട് അഫയേഴ്സ് വൈൻഡപ്പ് ചെയ്യാണ്. അവസാനത്തെ ക്ലാസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ 4 ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് ഫാക്ടുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനോട് ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫാക്ടുകൾ കൂടി ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയി പരീക്ഷയിൽ ചോദിക്കാൻ ദ മോസ്റ്റ് പ്രോബബിൾ എന്ന് കാണുന്ന കറണ്ട് അഫയേഴ്സ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. അത് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക, പഠിക്കുക. ഇപ്പൊ കേരളത്തിലെ കുറച്ച് പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണ്. മത്സ്യത്തൊഴിലാളി വിഭാഗം അല്ലെ, അപ്പോ ഈ കടലോര മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളി വിഭാഗം, അതിൽ നിന്ന് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് കേരള നോളജ് എക്കണോമി മിഷൻ, ഇത് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയുടെ പേര് തൊഴിൽ തീരം. കാരണം തീരത്തുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് തൊഴിൽ തീരം. അപ്പൊ എന്തായാലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഫിഷറീസ് വകുപ്പുണ്ട്. അതിന്റെ കൂടെ വരുന്നത് കേരള എക്കണോമി മിഷൻ ആണ്. കേരള നോളജ് എക്കണോമി മിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനോട് ചേർന്ന് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കുക, തൊഴിൽ തീരം എന്നാണ് പറയുന്നത്. അപ്പൊ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിൽ നൽകാൻ ഈ പറയുന്ന ഫിഷറീസ് വകുപ്പും കേരള നോളജ് എക്കണോമി മിഷൻ, ഈ രണ്ട് സംവിധാനങ്ങൾ കൂടി സഹകരിച്ചുള്ളതാണ് തൊഴിൽ തീരം. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? മാണിക്കൽ, തിരുവനന്തപുരം. അപ്പൊ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ മാണിക്കലാണ്, തിരുവനന്തപുരം. 2023 ലോക രക്തദാന ദിനത്തിന്റെ ജൂൺ 14 ലോക രക്തദാന ദിനം. അതിന്റെ പ്രമേയം എന്താണ്? ഗിവ് ബ്ലഡ്, ഗിവ് പ്ലാസ്മ, ഷെയർ ലൈഫ്, ഷെയർ ഓഫർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള പല പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ആപ്തവാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ചില ഫാക്ടുകളാണ്. ഇപ്പൊ ചില ഡേയ്സിന്റെ ഒക്കെ തീം പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചു കാണുന്നുണ്ട്. ഇനി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സേവസ് പദ്ധതി എന്ന് പറയും. അപ്പൊ വിദ്യാഭ്യാസം എല്ലാവർക്കും, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു തലം അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന് വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സേവസ് പദ്ധതി. അടുത്തൊരു കാര്യം, ലോക കേരള സഭ 2023 ലോക കേരള സഭ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. ലോക കേരള സഭ, അതിന് വേദി എവിടെയാണ്? ന്യൂയോർക്ക് ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ 2023 ലോക കേരള സഭക്ക് വേദിയായത് എവിടെയാണ്? ന്യൂയോർക്കാണ്. ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമ്മൾക്കൊരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. അപ്പൊ ലോക ബാലവേല വിരുദ്ധ ദിനം, അതിന്റെ പ്രമേയം എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ചൈൽഡ് ലേബർ. അപ്പൊ എല്ലാവർക്കും എന്താണ്? സാമൂഹിക നീതി, അതോടൊപ്പം എന്ത് ചെയ്യണം? ചൈൽഡ് ലേബർ അല്ലെങ്കിൽ എന്താണ് ശിശു ബാലവേല, അതെന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. ഇതായിരുന്നു 2023 ലോക ബാലവേലയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി കർണാടകയിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ശക്തി, നാരി ശക്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ശക്തി പദ്ധതി എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? കർണാടകയിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നത്? ബസ്സിൽ സൗജന്യ യാത്ര. ഇത് ഡൽഹിയിലൊക്കെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ദെൻ തെലങ്കാന, ഇപ്പൊ റീസെന്റ് ആയിട്ട് തെലങ്കാനയില് കോൺഗ്രസ് സർക്കാർ വന്നപ്പോ അവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ പല സ്റ്റേറ്റിൽ പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കേരളത്തിലെ ആദ്യത്തെ എയറോസ്പേസ് സ്റ്റാർട്ടപ്പായ ഐ എയ്റോ കെ, അവര് വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? നമ്പി സാറ്റ്. കാരണം നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ സ്പേസ് മേഖലയിൽ അത്രയും പ്രാധാന്യനായി ചില വിവാദങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ നിങ്ങൾക്കറിയാം,
ഭ്രമണപഥങ്ങളിൽ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ കേരളത്തിലെ ആദ്യ എയറോസ്പേസ് സ്റ്റാർട്ടപ്പായ iAeroക്കെ വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? നമ്പി സാറ്റ് 1 എന്ന് പറയും. 2022-23 ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റി ആണ്. ആരാണ്? 2022-23 കാലഘട്ടത്തിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ജസ്റ്റ് ആ ഒരു ഫാക്ട് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, വിമാനം തകർന്ന് ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളെ കണ്ടെത്താനായി കൊളംബിയ നടത്തിയ ഓപ്പറേഷൻ ഹോപ്പ്. കാരണം കാട്ടിൽ കുടുങ്ങിയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാട്ടിൽ കുടുങ്ങിയ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു പ്രതീക്ഷയാണല്ലോ. ഇപ്പൊ കാട്ടിൽ കുടുങ്ങിയ ആളുകൾക്കും അതൊരു പ്രതീക്ഷയാണ്. കാട്ടിൽ ഇപ്പൊ എന്റെ മീൻസ് കുടുംബം അല്ലെങ്കിൽ എന്റെ സുഹൃത്താണ് കുടുങ്ങിയതെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയാണ്. അപ്പൊ ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ് അതിന്റെ പേര്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ ഓപ്പൺ AI ഒക്കെ നിങ്ങൾക്ക് അറിയാം, സാം ആൾട്ട്മാൻ ആണല്ലേ. ഓക്കെ, അപ്പൊ ChatGPTയുടെ സൃഷ്ടാവ് ആരാണ്? ഈ പറയുന്ന സാം ഓൾട്ട്മാൻ ആണ്. അപ്പൊ ഓപ്പൺ AI എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള AI-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. 2023 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എന്തൊക്കെയാണ്? ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട് അല്ലെ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ ജേതാവ് ആരാണ്? ഇഗ സ്വിയാടെക് ആണ്. അപ്പൊ ഈ പറയുന്ന ഓരോന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും സ്പെസിഫിക് ആയി ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ജേതാവ് 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. അതേസമയത്ത് ഫ്രഞ്ച് ഓപ്പൺ വനിതാ ജേതാവ് ആരാണ്? ഇഗ സ്വിയാടെക് ആണ്. അടുത്തൊരു കാര്യം, ലോക സമുദ്ര ദിനം ജൂൺ 8-നാണ് ലോക സമുദ്ര ദിനം വരുന്നത്. അതിന്റെ പ്രമേയം, കാരണം ഇപ്പം സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം എന്താണ്, റെഡ് സീയിൽ പ്രശ്നങ്ങൾ നടക്കുന്നു, അതേപോലെ തന്നെ ബ്ലാക്ക് സീ റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രതിസന്ധികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. അപ്പൊ പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്, അവ ഭൂമിയിലെ ഈ പറയുന്ന സമുദ്രങ്ങൾ അല്ലെ. അപ്പോ ഈ പറയുന്ന സമുദ്രങ്ങൾ, ഇതിന്റെ തിരകൾ അല്ലെങ്കിൽ അലയൊളികൾ എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 2023 ജൂണിൽ അന്തരിച്ച പത്മശ്രീ ജേതാവായ സി ശങ്കരനാരായണ മേനോൻ, ഉണ്ണി ഗുരുക്കൾ എന്ന് പറയും. ഏത് മേഖലയിൽ? കാരണം ഗുരുക്കൾ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് തോന്നിയേക്കാം. അപ്പൊ 2023 ജൂണിൽ അന്തരിച്ച പത്മശ്രീ ജേതാവായ, അപ്പൊ പത്മശ്രീയും കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് റീസെന്റ് ആയിട്ട്. അതാരാണ്? ശങ്കരനാരായണ മേനോൻ എന്ന് പറയും, ഉണ്ണി ഗുരുക്കൾ. അവര് ഏത് കലയും അല്ലെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തൊരു ഫാക്ട്, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ ഇത് നൽകി ആദരിച്ച രാജ്യമാരാണ്? സുരിനാം. അപ്പൊ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ ഈ അവാർഡ് നൽകിയത്, അല്ലെങ്കിൽ ഈ ഒരു ആദരം നൽകിയത് സുരിനാമാണ്. അടുത്തൊരു കാര്യം, ശബ്ദത്തിന്റെ 15 ഇരട്ടി, ശബ്ദമാണ് ലേറ്റ് അല്ല, ശബ്ദത്തിന്റെ 15 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫത്താഹ് അവതരിപ്പിച്ച രാജ്യമാരാണ്? ഇറാനാണ്. ഓക്കെ, അപ്പൊ ഇറാൻ അവതരിപ്പിച്ച മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫത്താഹ് ആണ്. ഓക്കെ, അപ്പൊ ഫത്താഹ് അവതരിപ്പിച്ച രാജ്യമാരാണെന്ന് ചോദിച്ചാൽ അത് ഇറാനാണ്. ദെൻ അത് എത്ര വേഗതയാണ്? ശബ്ദത്തിന്റെ 15 ഇരട്ടി വേഗതയിലാണ് ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ദെൻ ജൂൺ 7 ഫുഡ് സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫുഡ് സ്റ്റാൻഡേർഡ്സ് സേവ് ലൈഫ്സ്. കാരണം ഭക്ഷണം, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ജങ്ക് ഫുഡുകൾ ഉണ്ടാക്കുന്ന ക്രൈസിസ് എന്താണെന്നും, ഇത് ഹെൽത്തി ഫുഡിലേക്ക് മാറിയാൽ നമുക്ക് ലഭിക്കുന്ന ചില അഡ്വാൻറ്റേജുകൾ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇനി 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് എന്താണ്? ബിപ്പർജോയ് എന്ന് പറയും അല്ലെ.
നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. അടുത്തത് കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി എന്താണ്? നെറ്റ് സീറോ എമിഷൻ. അപ്പൊ പരിസ്ഥിതി സന്തുലിതാവസ്ഥ അഥവാ സസ്റ്റൈനബിൾ ആയിട്ട് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലോക പരിസ്ഥിതി ദിനം, അല്ലെ? അത് ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താന്ന് ചോദിച്ചാൽ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. കാരണം ഏറ്റവും വലിയ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളായാലും ഇതുപോലെയുള്ള പല സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും വലിയ ഒരു ക്രൈസിസ് ആയി മാറുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണങ്ങളിൽ നിന്നുള്ള പരിഹാരം എന്ന് പറയുന്നതാണ് 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ISRO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ കളക്ടറേറ്റ് ഏതാണ്? ISRO അല്ല, ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ കളക്ടറേറ്റ് എന്ന് പറയുന്നത് കോട്ടയം കളക്ടറേറ്റ് ആണ്. ഇനി ഇപ്പൊ റീസെന്റ് ആയിട്ട് 2023 ജൂൺ മാസത്തിൽ തന്നെ ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്നത് ഒഡീഷയിലെ ബാലസോർ. അപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ട്രെയിൻ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് നടന്നിരിക്കുന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. പറ്റുമെങ്കിൽ ഏത് ട്രെയിൻ ആയിരുന്നു എന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. 2023 കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2023. അപ്പൊ കുടുംബശ്രീ കലോത്സവമാണ്, സംസ്ഥാന കലോത്സവമാണ് അരങ്ങ്. കാരണം കുടുംബത്തിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയാറുണ്ട്. അപ്പൊ കുടുംബശ്രീയുടെ 2023 സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2023 സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂർ അല്ലേ? അപ്പൊ ഇതൊരു സാംസ്കാരികമായ കാര്യമല്ലേ? അപ്പൊ അത് തൃശ്ശൂരിലാണ് എന്ത് ചെയ്തത്? നടന്നിരിക്കുന്നത്. അടുത്തൊരു കാര്യം, നമ്മൾ ബിഫർജോയി ഒക്കെ പറഞ്ഞല്ലേ, 2023 ഉള്ളൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? VP ജോയ്. VP ജോയിയുടെ കാണാമറ എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഉള്ളൂർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഒരു IAS അല്ലെങ്കിൽ എന്താണ് സെക്രട്ടറി പദത്തിൽ ഇരുന്ന, ചീഫ് സെക്രട്ടറി പദത്തിലൊക്കെ ഇരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പൊ ഉള്ളൂർ അവാർഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് VP ജോയിയുടെ കാണാമറ എന്ന് പറയുന്ന പുസ്തകത്തിന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ജോയ് വാഴയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. ആ ഒരു കവിതാ സമാഹാരത്തിനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഉള്ളൂർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നാസ ഭൂമിയിൽ നിർമ്മിച്ച ചൊവ്വാഗ്രഹത്തിന് സമാനമായ അന്തരീക്ഷം എന്താണ്? മാർസ് ജൂണെ ആൽഫ എന്ന് പറയും. അപ്പൊ നാസ ഭൂമിയിൽ ചൊവ്വാഗ്രഹത്തിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മാർസ് ഡ്യൂൺ ആൽഫ എന്ന് പറയും. ഓക്കെ, അത് പേരൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം, നീതി ആയോഗിന് സമാനമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വരുന്ന സംവിധാനം എന്താണ്? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്ന് പറയും. അപ്പൊ നീതി ആയോഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നതല്ലേ? എന്താണ്? പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നൊരു സംവിധാനമല്ലേ നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സമാനമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും വരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സംവിധാനമാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്ന് പറയും. ത്രിപുര ടൂറിസത്തിന്റെ, കാരണം വെസ്റ്റ് ബംഗാൾ അടുത്തൊരു സ്റ്റേറ്റ് തന്നെയാണ് ത്രിപുര, അല്ലെ? അപ്പൊ അവിടുത്തെ ബ്രാൻഡ് അംബാസിഡറായി, ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചിരിക്കുന്നത് കൊൽക്കത്തയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഇതിഹാസ നായകനായിരുന്ന സൗരവ് ഗാംഗുലിയാണ്. ഓക്കെ, 2023 ഇന്ത്യയും സൗദി അറേബ്യയും എന്താണ്? ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നാവികാഭ്യാസം അൽ മൊഹദ് അൽ ഹിന്ദി എന്ന് പറയും. അൽ മൊഹദ് അൽ ഹിന്ദി. ഓക്കെ, അപ്പൊ അൽ മൊഹദ് അൽ ഹിന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജസ്റ്റ് അൽ ഹിന്ദി എന്ന് പറയുമ്പോൾ ഇന്ത്യ, അല്ലെ? മീൻസ് അറബികള് അവർക്ക് ഈ പറയുന്ന ഇന്ത്യൻ എന്ന് പറയുന്നത് ഹിന്ദ് എന്നായിരുന്നു അവര് പറഞ്ഞിരുന്നത്. അതാണ് പിന്നീട് സിന്ധൊക്കെ ആയിട്ട് മാറിയത്, അല്ലെ? അപ്പൊ അൽ ഹിന്ദി. പിന്നെ അൽ മൊഹദ് എന്ന് പറയുന്നത് ഇപ്പൊ സൗദി അറേബ്യയിലാണല്ലോ ഇസ്ലാമിന്റെ പ്രവാചകൻ വന്നിരിക്കുന്നത്. അപ്പൊ അൽ മൊഹദ്, മുഹമ്മദ്, അല്ലെ?
അപ്പൊ അൽ മൊഹദ് അൽ ഹിന്ദി ആരൊക്കെയാണ്? സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള നാവികാഭ്യാസമാണ്. അടുത്തൊരു കാര്യം, 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? UAE ആണ് അല്ലെ, അഥവാ ദുബായ് അല്ലെങ്കിൽ UAE എന്നാണല്ലോ കൺട്രിയുടെ പേര്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന UAE-യിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക കാലാവസ്ഥ ഉച്ചകോടി COP28 അല്ലേ. ഓക്കെ, COP28 നടന്നത് എവിടെയാണ്? ഈ പറയുന്ന UAE-യിലാണ് നടന്നിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത്. അപ്പൊ പുതിയ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇത് 2023 കാര്യമാണ്. അന്ന് ജസ്റ്റിസ് SP ഭാട്ടി ആയിരുന്നു. ഇപ്പൊ ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ഓക്കെ, അപ്പൊ പുതിയ ചീഫ് ജസ്റ്റിസ് എന്ന് കണ്ടിട്ട് ഈ ഫാക്ട് പഠിച്ചു പോകണ്ട. കാരണം നമ്മൾ 2023 ഫാക്ട് കളക്ട് ചെയ്ത സമയത്ത് അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആര്? ജസ്റ്റിസ് SV ഭാട്ടിയാണ്. ഇപ്പൊ ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. മറ്റൊരു കാര്യം, ഇതിനുശേഷം ഒരു എന്താണ് മീൻസ് ഒരു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ഒരു കാര്യം, ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ മീൻസ് കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2023 ബഹിരാകാശത്ത് അഥവാ മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചൈനീസ് പൗരനെ ബഹിരാകാശത്തെത്തിച്ചു എന്ന് പറയുന്ന ആ ഒരു മിഷന്റെ പേരെന്താണ്? ഷെൻഷൗ 16 മിഷൻ. ഇപ്പൊ ഷെൻഷൗ, അപ്പൊ ഷെൻഷൗ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു മലയാളം ടച്ച് ഒന്നല്ല, ഒരു ചൈനീസ് ടച്ച് ആണ്. അപ്പൊ ഷെൻഷൗ മിഷൻ അതാണ് എന്ത് ചെയ്യുന്നത്? 2023 മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ചത്, അഥവാ ഒരു സാധാരണക്കാരന് ബഹിരാകാശത്തെത്തിച്ച ചൈനയുടെ ദൗത്യം. അടുത്തത്, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരായിരുന്നു? പ്രവീൺ കുമാർ ശ്രീവാസ്തവൻ. ആരാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. മറ്റൊരു കാര്യം, IPL 2023 ചാമ്പ്യൻസ് 2024 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ 2023 IPL ചാമ്പ്യൻസ് ആരായിരുന്നു? ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇവര് 5 കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്? 5 കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ചൈന തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യാത്രാ വിമാനം എന്താണ്? C919. അപ്പൊ ഈ ചൈന എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ എല്ലാ മേഖലകളിലും കൈവച്ച് എല്ലാ മേഖലയിലും അവരുടെ പ്രാതിനിധ്യം എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ചൈന തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ യാത്രാ വിമാനമാണ് C919 എന്ന് പറയുന്നത്. ഇനി വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ വേൾഡ് ടൂർ കിരീടം നേടിയ ആദ്യ മലയാളി ആരാണ്? പ്രണോയ് റോയ്. അപ്പൊ വേൾഡ് ബാഡ്മിന്റൺ മീൻസ് ഫെഡറേഷന്റെ വേൾഡ് ടൂർ കിരീടം നേടിയ ആദ്യ മലയാളി ആരാണ്? പ്രണോയ് റോയ് എന്ന് പറയും. അപ്പൊ ജസ്റ്റ് ആ ഒരു ഫാക്ട് ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ്. 2023 മെയ് 25 പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗവേണൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് കേരളമാണ്. 2023 മെയ് 25 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന പേര് സ്വന്തമാക്കിയിരിക്കുന്നത് നവീൻ പട്നായിക് ആണ്, ഒഡീഷയാണ്. എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന ഒന്നാമത്തെ വ്യക്തി ആരാണ്? ഓക്കെ, ഒന്നാമത്തെ വ്യക്തി ആരാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. രണ്ടാമത്തെ വ്യക്തി ആരാണ്? നവീൻ പട്നായിക് ആണ്, ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ്. ടൈം മാഗസിൻ തയ്യാറാക്കിയ കഴിഞ്ഞ 100 ഇയേഴ്സിലെ മികച്ച ലോക സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് പതേർ പാഞ്ചാലിയാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച ലോക സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഒരേ ഒരു ഇന്ത്യൻ സിനിമ ഏതാണ്? അത് പതേർ പാഞ്ചാലിയാണ്. ഇനി സ്പേസ് എക്സ് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ 3. സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട കാരണം ഇഞ്ചുറീസ് ഉണ്ടാകുന്നു, ഇതുപോലെയുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോ സ്പേസ് എക്സ് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം എന്താണ്? ജൂപ്പിറ്റർ 3 എന്നാണ് അതിന്റെ പേര്. അടുത്തത് ചാറ്റ് GPT. നമ്മൾ പറഞ്ഞല്ലോ സാം ആൾട്ട്മാന്, ഓപ്പൺ AI, ചാറ്റ് GPT, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം.
അപ്പൊ ചാറ്റ് GPT സൃഷ്ടാവായ സാം ആൾട്ട്മാൻ ആരംഭിച്ച ക്രിപ്റ്റോ കറൻസി ഏതാണ്? വേൾഡ് കോയിൻ. കാരണം ആഗോളതലത്തിലേക്കല്ലേ. അപ്പൊ വേൾഡ് കോയിൻ എന്നാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ പേര്. ഇനി അടുത്തൊരു കാര്യം, കൈമൊഴി എന്ന് പറയുന്ന എന്താണ് കൈമൊഴി എന്ന് പറയുന്ന ആംഗ്യഭാഷ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം. അപ്പൊ ആംഗ്യഭാഷ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം ആരാണ്? കൈമൊഴി എന്ന് പറയും. അപ്പൊ കൈമൊഴി എന്ന ആംഗ്യഭാഷ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം. കാരണം ഈ സാക്ഷരത അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആരാണ്? ഈ പറയുന്ന തൃശൂർ സാംസ്കാരിക തലസ്ഥാനല്ലേ. ഓക്കെ, അപ്പൊ തൃശ്ശൂരാണ്. ഇനി അമേരിക്കയുടെ നേവൽ ഓപ്പറേഷൻസ് ചീഫ് ആകുന്ന ആദ്യ വനിത ആരാണ്? ലിസ് ഫ്രാങ്കുറ്റി എന്ന് പറയും. ഇപ്പൊ അമേരിക്കയുടെ നേവൽ ഓപ്പറേഷൻസ് ചീഫ് ആകുന്ന ആദ്യ വനിത. ഇപ്പൊ നമ്മൾ പാർലമെന്ററി സിസ്റ്റത്തിലൊക്കെ ഇന്ത്യയിൽ എന്താണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് അല്ലെ. പാർലമെന്ററി സിസ്റ്റത്തിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇപ്പൊ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ കുറവാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പരിധി വരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാൽ കൂടി ഇപ്പൊ അമേരിക്കയിൽ പ്രസിഡന്റുമാരുടെ ലിസ്റ്റിൽ ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റ് ഇല്ല. ഇന്ത്യക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഇന്ത്യക്ക് എന്തുണ്ട്? 2 പ്രസിഡന്റുമാരുണ്ട്. ഓക്കെ, അപ്പൊ അമേരിക്കയുടെ നേവൽ ഓപ്പറേഷൻസ് ചീഫ് ആകുന്ന ആദ്യ വനിത ആരാണ്? ലിസ് ഫ്രാങ്കറ്റി ആണ്. അടുത്ത കാര്യം, കേരളത്തിലെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജമല, ഇടുക്കി. അപ്പൊ പന്നൽ ഉദ്യാനം എവിടെയാണ് നിലവിൽ വരുന്നത്? രാജമല, ഇടുക്കിയാണ്. ഇനി അടുത്തൊരു കാര്യം, സ്മോക്ക് ആൻഡ് ആഷസ്. എന്താണ് സ്മോക്ക്? പുകയും എന്താണ് മീൻസ് ഈ പറയുന്ന ആഷസ് അല്ലെ, വെണ്ണീര്. അപ്പൊ ഈ ഒരു പുസ്തകം എഴുതിയതാരാണ്? അമിതാവ് ഘോഷ് ആണ്. അപ്പൊ ജസ്റ്റ് ഇതുപോലെയുള്ള പുസ്തകത്തിന്റെ പേരൊന്ന് അറിഞ്ഞിരിക്കാം. നാഗാലാൻഡിലെ ആദ്യ വനിതാ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എസ് ഫാങ്നോൺ കൊനിയാക് എന്ന് പറയും. എസ് ഫാങ്നോൺ കൊനിയാക് ആണ് നാഗാലാൻഡിലെ ആദ്യ വനിതാ MP. MLA അല്ല, ആദ്യ വനിതാ MP ആയിട്ട് വരുന്നത് ഫാങ്നോൺ കൊനിയാക് ആണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. പ്രവാസികൾക്ക് വേണ്ടി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മാവേലിക്കര, ആലപ്പുഴയാണ്. അപ്പൊ പ്രവാസികൾക്ക് വേണ്ടി ലോക കേരള കേന്ദ്രം വരുന്നത്, അപ്പൊ ലോക കേരള നമ്മൾ വേദിയൊക്കെ പറഞ്ഞില്ല അല്ലെ. അപ്പൊ ലോക കേരള കേന്ദ്രം വരുന്നത് എവിടെയാണ്? ആലപ്പുഴ, മാവേലിക്കരയിലാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം അതെവിടെയാണ്? നമുക്കറിയാം അഹമ്മദാബാദ്, ഗുജറാത്ത് ആണ് അല്ലെ. ഓക്കെ, ഈ പറയുന്ന ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നതാണ്. അവിടെ ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. 2023 ജൂലൈയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഐഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയത്. കാരണം ഐഫോൺ എന്ന് പറയുമ്പോൾ ഒരു US കമ്പനിയുടേതല്ലേ. അപ്പൊ ഐഫോൺ ഉപയോഗം വിലക്കിയ രാജ്യം ആരാണ്? റഷ്യയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഗിഫ്റ്റ് സിറ്റി. നിങ്ങൾക്ക് അറിയാം എവിടെയാണ്? അഹമ്മദാബാദ് ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഈ പറയുന്ന ജൂലൈയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഐഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയ രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. സ്വാഭാവികമായിട്ടും റഷ്യക്കെതിരെ അല്ലെങ്കിൽ എന്താണ് ഒരു anti-US നിലപാട് റഷ്യയിൽ നിലനിൽക്കുന്നുണ്ട്. നീതി ആയോഗിന്റെ 2023 കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാമതെത്തിയത്. കാരണം നമുക്കറിയാം കേരളത്തെ പോലെയല്ല ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇതുപോലെയുള്ള പല മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാട്, കർണാടക പോലെയുള്ള സ്റ്റേറ്റുകളെ കേരളത്തെക്കാൾ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ നീതി ആയോഗിന്റെ 2023 കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? നമ്മളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. ഇനി ഇപ്പൊ എത്രാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് 2023 ജൂലൈയിൽ പ്രഖ്യാപിച്ചത്? അപ്പൊ 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. എത്രാമതാണ്? 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് 2023 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചലച്ചിത്ര പുരസ്കാരം മികച്ച സ്വഭാവ നടി ആരാണ്? ദേവി വർമ്മ എന്ന് പറയും, സൗദി വെള്ളക്ക. അപ്പം ഈ പറയുന്ന സ്ഥിരം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത പേരുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ 2022 പുരസ്കാരം മികച്ച സ്വഭാവ നടി ആരാണ്? ദേവി വർമ്മയാണ്. സൗദി വെള്ളക്ക എന്ന് പറയുന്നതാണ് സിനിമ. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ഗായകൻ ആരാണ്? കപിലൻ എന്ന് പറയും. ഈ ഒരു പേര് ഒന്ന് ഓർത്തു വെക്കുക. അതേപോലെ 2022 മികച്ച ജനപ്രിയ ചിത്രം എന്നാ താൻ പോയി കേസ് കൊടുക എന്ന് പറയുന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ.
അദ്ദേഹം സംവിധാനം ചെയ്ത താൻ പോയി കേസുകൂട് എന്ന് പറയുന്ന കുഞ്ചാക്കോ ബോബൻ സ്റ്റാർ ആയി വന്ന സിനിമയാണ്. അപ്പൊ മികച്ച ജനപ്രിയ ചിത്രം. എന്നാൽ ഏറ്റവും മികച്ച സ്വഭാവ നടൻ ആരാണ്? പി കുഞ്ഞികൃഷ്ണൻ. നിങ്ങൾക്കറിയാം, താൻ കേസുകൂട് എന്ന് പറയുന്ന ആ ഒരു വക്കീലാണ് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ദെൻ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? അടിത്തട്ട്. സംവിധായകൻ ആരാണ്? ജിജോ ആന്റണിയ. ദെൻ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകൻ ആരാണ്? അറിയിപ്പിന്റെ മഹേഷ് നാരായണനാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും മികച്ച സംവിധായകൻ. എന്നാൽ ഏറ്റവും മികച്ച ഗായിക ആരാണ്? മൃദുല വാര്യറാണ് ഏറ്റവും മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കപിൽ കബലനാണ് ഗായകൻ, ഗായികയാണ്. ദെൻ ഏറ്റവും മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും മികച്ച ചിത്രമായിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും മികച്ച നടൻ ആരാണ്? മമ്മൂട്ടി തന്നെയാണ്. നൻപകൽ നേരത്ത് മയക്കം. അതേ സമയത്ത് ഒരു പുതുമുഖ നായികയാണ് നമ്മളുടെ മഴവിൽ മനോരമയുടെ മീൻസ് നായിക നായകനിലൂടെയൊക്കെ വളർന്നു വന്ന് ഇപ്പം ഒരു ലീഡിംഗ് ആക്ട്രസ് എന്ന് വരെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിൻഷി അലോഷ്യസ് ആണ്. ചിത്രം എന്താണ്? രേഖ എന്ന് പറയുന്ന സിനിമയാണ്. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതാരാണ്? സിംഗപ്പൂരാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ പോകാൻ പറ്റുന്നത് അതുപോലെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ സിംഗപ്പൂരാണ് ഒന്നാമത് എത്തിയിരിക്കുന്ന രാജ്യം. ഇനി 2023 ജൂലൈയിൽ ISRO സ്വകാര്യ മേഖലക്ക് നൽകുവാൻ തീരുമാനിച്ച റോക്കറ്റ് ഏതാണ്? SSLV എന്ന് പറയും, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പൊ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇത് സ്വകാര്യ മേഖലക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ലോഞ്ചർ ആണ് ഫോർ സ്മോൾ സാറ്റലൈറ്റ്സ് ഇൻ ഡെഡിക്കേറ്റഡ് ആൻഡ് റൈഡ് ഷെയർ മോഡ്. ഓക്കെ, അപ്പൊ ഇത് കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്മോൾ സാറ്റലൈറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ SSLV ആണ് എന്ത് ചെയ്യുന്നത്? സ്വകാര്യ മേഖലക്ക് നൽകാൻ തീരുമാനിച്ച റോക്കറ്റ്. അടുത്തത് റഷ്യയും ചൈനയും ഇറാനും. റഷ്യ, ചൈന, ഇറാൻ ഇവര് തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസമാണ് സെക്യൂരിറ്റി ബോണ്ട് എന്ന് പറയും. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റഷ്യ എന്താണ്? ആന്റി US നിലപാടുള്ളതാണ്. ചൈന ആന്റി US നിലപാടുള്ളതാണ്. ഇറാൻ. ഈ പറയുന്ന 3 രാജ്യങ്ങളാണ് സെക്യൂരിറ്റി ബോണ്ട്. അപ്പൊ ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള സെക്യൂരിറ്റി ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ബോണ്ട് 2023 എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ. എല്ലാ ഗ്രാമങ്ങളിലും ഇന്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഗ്രാമങ്ങളിലും നെറ്റ് എത്തിക്കുക, ബ്രോഡ്ബാൻഡ് നെറ്റ് എത്തിക്കുക, അതിനു വേണ്ടിയുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത്. കാരണം പേര് ഭാരതം എന്നാക്കണം എന്ന് പറയുന്ന ഒരു മീൻസ് ഓൾറെഡി ഭാരതം എന്നുള്ള പേരുണ്ട്. അതേ സമയത്ത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇന്ത്യ എന്ന് പറയുന്നതാണല്ലോ അല്ലെ. അപ്പൊ ഇത് ഭാരത് എന്ന പേര് മാറ്റുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളുടെ നോട്ട് ഇതുപോലെയുള്ളതൊക്കെ മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇന്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി എന്താണ്? ഭാരത് നെറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരെന്താണ്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്ന് പറയും. QR കോഡ് വഴി റുപേ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ആരാണ്? HDFC ആണ്. അപ്പൊ QR കോഡ് വഴി റുപേ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് HDFC ആണ്. ഓക്കെ, അപ്പൊ ഒരുപാട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ് HDFC. 2023 വിംബിൾഡൺ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രഞ്ച് ഓപ്പൺ ആണ് പറഞ്ഞത്. വിംബിൾഡൺ പുരസ്കാരം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ വിംബിൾഡൺ ജേതാവ് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് അല്ലെ. അപ്പൊ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആണവ നിലയം എന്താണ്? ചഷ്മ എന്ന് പറയും. ചഷ്മ 5 എന്ന് പറയുന്നതാണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർ ആനന്ദി ഗോപാൽ റാവു ജോഷിയുടെ ജീവിതത്തെ കുറിച്ചുള്ള നാടകം എന്താണ്? ആനന്ദി എന്ന് പറയും. അപ്പൊ ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർ എന്താണ്? ആനന്ദി ഗോപാൽ ജോഷി എന്ന് പറയും. അപ്പൊ ഇവരെ കുറിച്ചുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തെ കുറിച്ചുള്ള നാടകത്തിന്റെ പേരെന്താണ്? ആനന്ദി എന്ന് പറയും അല്ലെ. അപ്പൊ ആനന്ദി അവരുടെ പേരിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നാടകവും ഇറക്കിയിരിക്കുന്നത്. മലയാളത്തിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ഏതാണ്? ഗൂഗിൾ ബോർഡ് എന്ന് പറയും. ഗൂഗിൾ ബാർഡ് ആണ്.
അപ്പൊ മലയാളത്തിൽ എന്ത് ചെയ്യും? ഉള്ളടക്കം സൃഷ്ടിക്കുന്ന, അഥവാ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻ നൽകിയാൽ മലയാളത്തിൽ കണ്ടന്റുകൾ സൃഷ്ടിക്കുന്ന ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഗൂഗിൾ ബാട്ട്. ഇനി ഭീമ ബാലസാഹിത്യ പുരസ്കാരം 2023 ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? എം മുകുന്ദൻ. ഇത് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിചയണം. വിംബിൾഡൺ നമ്മൾ പറഞ്ഞു പുരുഷന്മാരുടേതാരൊക്കെയായിരുന്നു? ഈ പറയുന്ന സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസ് ആണ്. അതേസമയത്ത് വിംബിൾഡൺ ടെന്നീസ് വനിതാ കിരീടം നേടിയതാരാണ്? മാർക്കറ്റ വാൻഡ്രോസോവ എന്ന് പറയും, ചെക്ക് റിപ്പബ്ലിക് ആണ്. ഈ ചെക്ക് റിപ്പബ്ലിക്കുകാരനായ ഒരാളെ നിങ്ങൾക്ക് അറിയാമല്ലോ, നൊവാക് ജോക്കോവിച്ച് അല്ലെ. അപ്പൊ മാർക്കറ്റ വാൻഡ്രോസോവയാണ് എന്ത് ചെയ്യുന്നത്? വിംബിൾഡൺ കിരീടം കരസ്ഥമാക്കിയത്. അടുത്തൊരു കാര്യം, ദേവ്ദർ ട്രോഫി. ഇപ്പൊ രഞ്ജി ട്രോഫി ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ദുലീപ് ട്രോഫി അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ് ആണ് അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് മീൻസ് സന്തോഷ് ട്രോഫി ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ട്രോഫികൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ദേവ്ദർ ട്രോഫി എന്ന് പറയും, ഇത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായി നമ്മൾ പറഞ്ഞു, പുതിയ ആളാണ് ഇപ്പം നിലവിലെ ചീഫ് ജസ്റ്റിസ്. പക്ഷെ അന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി റീസെന്റ് ആയി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ തോമസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാലസാഹിത്യ കൃതി അവാർഡ് അല്ലെങ്കിൽ എന്താണ് എം മുകുന്ദന് ലഭിച്ചു. പുസ്തകത്തിന്റെ പേരാണ് എന്താണ്? മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന് പറയുന്നതാണ്. അപ്പൊ പഠിച്ചു വെക്കാൻ സുഖമുള്ള പേര്. അടുത്ത കാര്യം, ഇലോൺ മസ്ക് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനി അതെന്താണ്? XAI എന്ന് പറയും. എക്സ് എന്ന് പറയുന്ന ട്വിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇലോൺ മസ്ക് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് XAI എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഇലോൺ മസ്ക് ആരംഭിച്ച പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനി. 2023 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി ആരാണ്? അബ്ദുള്ള അബൂബക്കർ എന്ന് പറയും അല്ലെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി അബ്ദുള്ള അബൂബക്കർ ആണ്. ജൂലൈ 14 വിക്ഷേപിച്ച ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3 എന്ന് പറയും. അത് ഓഗസ്റ്റ് 23 വൈകുന്നേരം എന്ത് ചെയ്തിട്ടുണ്ട്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൗത്ത് പോൾ എന്ന് പറയും അല്ലെ. അപ്പൊ ചന്ദ്രന്റെ സൗത്ത് പോളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സക്സസ്ഫുള്ളി ഇത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, 2023 ജൂലൈയിൽ റഷ്യയിൽ നടത്തിയ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? ആംറാസ്. ഇപ്പൊ ഹിന്ദിയിൽ എന്താണ് മാംഗോക്ക് പറയുന്നത്? ആം എന്നാണ് പറയാം. ഓക്കെ, ആം റാസ് റഷ്യയിലല്ലേ നടത്തിയത്? ആം റാസ് റഷ്യ അല്ലെ. അപ്പൊ ആം മാംഗോയുടെ കാര്യം എവിടെ നടത്തി? റഷ്യയിൽ നടത്തി. അപ്പൊ ആം റാസ് എന്നായിരുന്നു എന്ത് ചെയ്തത്? റഷ്യയിൽ ഇന്ത്യ നടത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിന്റെ പേര്. ഓക്കെ, അപ്പൊ അടുത്തത് 2023 ജൂലൈയിൽ ഓപ്പൺ കിലിൻ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഓക്കെ, അപ്പൊ ഓപ്പൺ കിലിൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ രാജ്യം ആരാണ്? ചൈനയാണ്. 2023 നാറ്റോ, കാരണം നാറ്റോ മെമ്പർഷിപ്പ് നൽകുന്നു എന്നതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? റഷ്യ ഉക്രൈൻ എന്ത് ചെയ്തത്? ഉക്രൈനും അതേപോലെ തന്നെ ജോർജിയ അല്ലെ. അപ്പൊ ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾക്ക് ഇത് നൽകുന്നു എന്നതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റഷ്യ ഈ ഒരു മേഖലയിലേക്ക്, യുദ്ധ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ 2023 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ലിത്വാനിയ എന്ന് പറയും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സിറ്റിയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായ മക്കളുള്ള നിർധനരായ അമ്മമാർക്ക് ഉപജീവനത്തിന് വേണ്ടി സൗജന്യ ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹയാനം. ഓക്കെ, അപ്പൊ എന്താണ് സ്നേഹയാനം പദ്ധതി എന്ന് ചോദിച്ചാൽ, ഭിന്നശേഷിക്കാരായ മക്കളുള്ള നിർധനരായ അമ്മമാർ, അപ്പൊ ഭിന്നശേഷിക്കാരുള്ള മക്കൾ വേണം, നിർധനരായിരിക്കണം. അത്തരം അമ്മമാർക്ക് സൗജന്യ ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹയാനം. ജലാശയങ്ങളുടെ പുനരുദ്ധാരണം ലക്ഷ്യമാക്കി അമാപോക്കാരി ഈ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അപ്പൊ ജലാശയങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സഹകരണ സൈനിക സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്.
അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സൈനിക സ്കൂൾ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സൈനിക സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് സ്ക്രൂട്ടിനി നിലവിൽ വരുന്ന ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഡിജിറ്റൽ ആക്കിയ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഇപ്പൊ ഓട്ടോമാറ്റിക് സ്ക്രൂട്ടിനി നിലവിൽ വരുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ്? കേരള ഹൈക്കോടതിയിലാണ്. കാലവർഷത്തിൽ 1000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ആരാണ്? കാസർഗോഡാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഫാക്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലോകത്ത് ആദ്യമായി ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കൊണ്ട് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്, അല്ലെ? അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കൊണ്ട് വാർത്താ സമ്മേളനം, അപ്പൊ മനുഷ്യന്മാരല്ല റോബോട്ടുകളെ കൊണ്ട് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ച എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഇനി യുഎന്നിന്റെ വികസന പദ്ധതിയുടെ അംബാസഡർ ആകുന്ന ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട്. അപ്പൊ യുഎന്നിന്റെ വികസന പദ്ധതിയുടെ അംബാസഡർ ആകുന്ന ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട്, AI റോബോട്ട് ആരാണ്? സോഫിയ എന്ന് പറയും. ഓക്കെ, 2024 SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, അല്ലെ? അപ്പൊ ഇതിന്റെ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? കസാക്കിസ്ഥാൻ ആണ്, അല്ലെ? അപ്പൊ 2023 ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. പക്ഷെ അത് ഫിസിക്കൽ ആയിട്ടല്ല നടന്നത്, ഓൺലൈൻ ആയിട്ടായിരുന്നു നടന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡിന്റെ ചെയർമാനായി VP ജോയി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളൂർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? VP ജോയി ആണ്. അദ്ദേഹം ഒരു ചീഫ് സെക്രട്ടറി കൂടിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ആരാണ്? P വാസുദേവൻ എന്ന് പറയുന്ന മലയാളിയാണ് റിസർവ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. അടുത്തൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദി സീ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ. ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് എവിടെയാണ്? നോയിഡയിലാണ്. ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? നോയിഡയിലാണ്. നോയിഡ ഏത് സ്റ്റേറ്റിലാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. 2023 UN ലോക കാലാവസ്ഥാ സമ്മേളനത്തിന് വേദിയാകുന്നത് നിങ്ങൾക്കറിയാം UAE ആണ്. ഓക്കെ, 2024 ആരാണ്? 2024 ഏത് രാജ്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഇനി 2023 തന്നെ രാജിവെച്ച ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാനാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രത്യേകിച്ച് ഇത്തരം വലിയ രാജിയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ, അല്ലെ? അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ഒരു മെമ്പർ രാജിവെച്ചിരുന്നു, അല്ലെ? അപ്പൊ ജസ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ദുബായ് ആണ്, അല്ലെ? അപ്പം മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് ദുബായിലാണ്. ഓക്കെ, ഇനി 2023 സാഫ് ഫുട്ബോൾ ജേതാക്കളായ രാജ്യമാരാണ്? ഇന്ത്യയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈ അടുത്ത് അന്തരിച്ച K ജയറാം ഏത് മേഖലയിൽ പ്രശസ്തനാണ്? അപ്പൊ ഈ അടുത്ത് അന്തരിച്ച K ജയറാം ഏത് മേഖലയിലാണ്? ഫോട്ടോഗ്രഫിയാണ്. അപ്പൊ ഇതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് ഏത് മേഖലയിൽ പ്രധാനപ്പെട്ട, നേരത്തെ കളരിപ്പയറ്റൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഈ വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ആളാണ് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാം. 2023 പെൻ പ്രിന്റർ പ്രൈസ് ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരൻ ആരാണ്? മൈക്കൽ റോസൻ ആണ്, അല്ലെ? ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. പെൻ പ്രിന്റർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? മൈക്കൽ റോസൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ത്യയുടെ സീനിയർ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ്? മിന്നുമണിയാണ്, അല്ലെ? ഓക്കെ, അപ്പൊ പുരുഷ താരങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം സഞ്ജു സാംസൺ ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ മിന്നുമണിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. IPL തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയും ആര് തന്നെയാണ്? മിന്നുമണി തന്നെയാണ്. ലോകത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയതായി നിർമ്മിക്കുന്ന പാർക്കുകളുടെ പേര് ഹാപ്പിനെസ് പാർക്ക്.
അപ്പൊ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയതായി നിയമിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പാർക്കുകളുടെ പേരെന്താണ്? ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയും. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഒന്നാമത്തേത് ഏതാണ്? US ആണോ? ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് കമന്റ് ചെയ്യാം. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി ബ്രിട്ടീഷ് സർക്കാരിന്റെ മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ശുഭ സത്യേന്ദ്രനാഥ് എന്ന് പറയും. അപ്പൊ മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ശുഭ സത്യേന്ദ്രനാഥ് എന്ന് പറയും. APJ അബ്ദുൽ കലാം നോളജ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പൊ APJ അബ്ദുൽ കലാം നോളജ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ ടെന്നീസ് താരമാരാണ്? ഇഗ സിയാടെക്. നമ്മൾ നേരത്തെ ഫ്രഞ്ച് ഓപ്പൺ പറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഇഗ സിയാടെക് ആണ് ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ ടെന്നീസ് താരം. ഇനി ഇന്ത്യയിൽ നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ചതെന്നാണ്? ഈ ഓഗസ്റ്റ് 23. കാരണം ഈ ഓഗസ്റ്റ് 23-നാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ചന്ദ്രയാൻ 3 എന്ത് ചെയ്യുന്നത്? മീൻസ് നമ്മളുടെ സ്പേസിൽ മൂണിന്റെ സൗത്ത് പോൾ. അപ്പൊ മൂണിന്റെ സൗത്ത് പോളില് സേഫ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നതും അതേപോലെ തന്നെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന US, റഷ്യ, ചൈന, ഇത് കഴിഞ്ഞാൽ 4ാമത്തെ രാജ്യവും ആരാണ്? ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അപ്പൊ 2023 ജൂലൈ 14-ന് നമ്മൾ ലോഞ്ച് ചെയ്തു. ഓഗസ്റ്റ് 23-ന് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് സൂര്യൻ, ഇതാണ് ഭൂമിയെങ്കിൽ, ഇതാണ് ചന്ദ്രനെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആദ്യം നമ്മൾ നേരെ ഓർബിറ്റിലേക്ക് വിടുന്നു. മീൻസ് ഓർബിറ്റിൽ എത്തിയിട്ട് ഒരു മെനോവർ കംപ്ലീറ്റ് ചെയ്യും, ദെൻ അടുത്ത മെനോവർ കംപ്ലീറ്റ് ചെയ്യും, ഇവിടുന്ന് സ്പീഡ് കൂട്ടും, അടുത്ത മെനോവർ വരുന്നു, ഇവിടുന്ന് വീണ്ടും സ്പീഡ് കൂട്ടുന്നു. അപ്പൊ ഇങ്ങനെ 5 മെനോവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നല്ല സ്പീഡിൽ ഇത് മൂണിന്റെ ഓർബിറ്റിലേക്ക് പോകുന്നത്. പിന്നെ എന്ത് ചെയ്യും? ഇത് സ്പീഡ് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ സ്പീഡ് ഡൗൺ ചെയ്തിട്ട് മെല്ലെയാണ് എന്ത് ചെയ്യുന്നത്? ലൂണാർ സർഫസിൽ ഇത് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇന്ത്യയിൽ നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 23-ആണ്. ദെൻ ഉമ്മൻചാണ്ടിയുടെ, മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി എന്ന് പറയുന്നതാണ്. ദെൻ അദ്ദേഹത്തെ പല രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വേട്ടയാടിയ ഒരു വ്യക്തി കൂടിയാണ്. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISCുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. ഓക്കെ, അപ്പൊ മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതിയാണ് ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ KDISCുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത്? പരിഹരിക്കാൻ തീരുമാനിച്ച ഒരു പദ്ധതി. ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാനായി നിയമിതനായത് പ്രകാശ് ശ്രീവാസ്തവ എന്ന് പറയും അല്ലെ? ദേശീയ ഹരിത ട്രിബ്യൂണൽ അഥവാ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അപ്പൊ അതിന്റെ ചെയർമാനായി നിയമിതനായത്, ജസ്റ്റ് ആ ഒരു ഫാക്ട് അറിഞ്ഞിരിക്കാം. അതേപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് ഇതിഹാസമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തതോടുകൂടി സൗത്ത് പോളില് ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സേഫ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി, മൊത്തത്തിൽ 4ാമത്തെ രാജ്യം കൂടിയായി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അവ എത്രാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് 2023-ൽ നൽകിയത്? 69-ാമതാണ്. മികച്ച സംവിധായകൻ ആരാണ്? നിഖിൽ മഹാജൻ എന്ന് പറയും. ദെൻ മികച്ച ജനപ്രിയ ചിത്രം RRR ആണ് അല്ലെ? ഓക്കെ, അപ്പോ ഈ പറയുന്ന നാട്ടു എന്ന് പറയുന്ന പാട്ടിന് എന്ത് ചെയ്തിട്ടുണ്ട്? അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലെ? പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്ന ഇൻട്രൻസ് ആണ്. മികച്ച മലയാള ചിത്രം ഹോമാണ്. മികച്ച ചിത്രം എന്ന് പറയുന്നത് റോക്കറ്റ്രി ദി നമ്പി എഫക്ട് എന്ന് പറയുന്നതാണ്. മികച്ച നടി ആലിയ ഭട്ട്, കൃതി സെനൻ ആണ്. മികച്ച നടൻ അല്ലു അർജുൻ ആണ്. ചിത്രം ഏതാണ്? പുഷ്പയാണ്. അപ്പൊ ഈ ഒരു ഫാക്ടുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ ആരാണ്? R പ്രജ്ഞാനന്ദ എന്ന് പറയും. ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ എന്ന് പറയുന്നത് R പ്രജ്ഞാനന്ദ എന്ന് പറയുന്നതാണ്. ചെറിയൊരു കുട്ടി കൂടിയാണ്. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഏതാണ്? ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ എന്ന് പറയും.
2023 മലബാർ നാവികാഭ്യാസം. മലബാർ നാവികാഭ്യാസത്തിന് വേദിയാകുന്നത് സിഡ്നി, ഓസ്ട്രേലിയ എന്ന് പറയും. മലബാർ നാവികാഭ്യാസം ആരൊക്കെയാണ്? US ഉണ്ടാവും, ജപ്പാൻ, അതേപോലെ തന്നെ എന്താണ് ഓസ്ട്രേലിയ, ദെൻ ഇന്ത്യ. ഈ പറയുന്ന 4 രാജ്യങ്ങളുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മീൻസ് മലബാർ എക്സസൈസ് എന്ന് പറയും. 2023 സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം ഏതാണ്? എഴുത്തോല. എഴുത്തോല എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ എഴുത്തോല എന്ന് പറയുന്ന ചിത്രത്തിനാണ് എന്ത് ചെയ്യുന്നത്? മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. രാജീവ് ഗാന്ധി ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? എറണാകുളം. 2023 ദേശീയ രാജീവ് ഗാന്ധി പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? എറണാകുളമാണ്. ദെൻ 2023-24 സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കൊല്ലം ജില്ലയാണ്. ഓക്കെ, അപ്പൊ 2023-24 മീൻസ് വിദ്യാഭ്യാസ വർഷത്തെ സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? കൊല്ലമാണ്. ആർക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്? കണ്ണൂരാണോ? ഓക്കെ, ആരാണ് വിജയിയായിരിക്കുന്നത്? ആ ഒരു ജില്ല ഏതാണ് എന്നതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. ഇന്ത്യയും UAEയും തമ്മിലുള്ളതാണ് സെയ്ദ് താൽവാർ എന്ന് പറയും. അപ്പൊ ഇന്ത്യയും UAEയും തമ്മിൽ നേരത്തെ നമ്മൾ അൽ മൊഹദ്, അൽ ഹിന്ദി എന്ന് പറഞ്ഞിരുന്നു. സൗദിയും ഇന്ത്യയുമായിരുന്നു. ഇത് UAEയും ഇന്ത്യയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സംയുക്ത അഭ്യാസം. അത് സെയ്ദ് താൽവാർ എന്നാണ് പേര് പറയുന്നത്. ചെസ്സിൽ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത ആരാണ്? നിമ്മി M ജോർജ് എന്ന് പറയും. ഇന്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിച്ചിരിക്കുന്ന ആദ്യ വനിതയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? INS വിന്ധ്യാഗിരി എന്ന് പറയും. INS വിക്രാന്ത് ഒക്കെയുണ്ട്. അപ്പോ 2023 ഓഗസ്റ്റിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ്. അത് ഏതാണ്? INS വിന്ധ്യാഗിരി എന്ന് പറയും. ഓക്കെ, അടുത്തൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഡ്രോൺ ടെസ്റ്റിംഗ് സെന്റർ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ദെൻ ഇന്ത്യയില് 10,000 ഇലക്ട്രോണിക് ബസ്സുകൾ ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി PM ഇ-ബസ് സേവ എന്ന് പറയും. അപ്പൊ ഇന്ത്യയിൽ 10,000 ഇലക്ട്രോണിക് ബസ്സുകൾ ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി. എല്ലാ പദ്ധതിയുടെയും പേരിൽ PM ഉണ്ടാവും. ദെൻ ഇ-ബസ് സേവ എന്ന് പറയും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടി ജീവൻ ധാര എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ആരാണ്? കനറ ബാങ്കാണ്. അപ്പൊ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വേണ്ടി ജീവൻ ധാര എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ബാങ്ക് ഏതാണ്? കനറ ബാങ്ക്. കാരണം സർവീസിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ് ആര്? കനറ ബാങ്ക്. ഇനി പ്രളയ വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണ് ഫ്ലഡ് വാച്ച്, അല്ലെ? അപ്പൊ ഫ്ലഡ് അല്ലെങ്കിൽ എന്താണ്? പ്രളയം, അതിന്റെ തത്സമയ വിവരം. കാരണം വാച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് സമയം അറിയാൻ വേണ്ടിയുള്ള. അപ്പൊ ഈ പറയുന്ന ഫ്ലഡ് വാച്ച് എന്ന് പറയുന്നതാണ് ഫ്ലഡ് അല്ലെങ്കിൽ എന്താണ്? പ്രളയ വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. 2023 ആമസോൺ മഴക്കാടുകളിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്ന ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീലാണ്. കാരണം ബ്രസീലിന്റെ മുൻ പ്രധാനമന്ത്രി എന്തായിരുന്നു? മീൻസ് അദ്ദേഹം കുറച്ചുകൂടി ഒരു ഫാർ റൈറ്റ് വിങ് ആയതുകൊണ്ട് ഇത്തരം മീൻസ് സംരക്ഷണ സംവിധാനങ്ങൾക്കൊന്നും പ്രാധാന്യം നൽകാത്ത ഒരാൾ കൂടിയായിരുന്നു. ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ 2023 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ രാജ്യം. ലോക എക്കണോമിക് ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം. അപ്പൊ ഇവര് തയ്യാറാക്കിയ 2023 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഐസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ സ്ഥാനം 127ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പല ഡെമോക്രാറ്റിക് ഇൻഡെക്സിലായാലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആയാലും അതേപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ എന്താണ്? നമ്മളുടെ അയൽ രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെക്കാൾ ഒരുപാട് മുകളിലാണ്. പക്ഷെ എന്താണ്? ഇന്ത്യ ഒരുപാട് പിന്നിലാണ്. അപ്പൊ 127ാമത് സ്ഥാനമാണ്. ഇനി രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്ന് പറയും. അപ്പൊ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഫാക്ട് ഒന്ന് ശ്രദ്ധിക്കുക.
അടുത്തൊരു കാര്യം, 2023 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന പ്രമേയം എന്തായിരുന്നു? നാഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ്. അപ്പൊ എന്താണ്? രാജ്യമാണ് ഏറ്റവും മുന്നിൽ. അപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടതും എന്താണ്? രാജ്യം തന്നെയാണ്. അപ്പൊ നാഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ് എന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യ ദിന പ്രമേയം. കേരളത്തിൽ കരിച്ചാൽ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല? കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കാരണം തലസ്ഥാന നഗരിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നൈറ്റ് ലൈഫ് ഇതുപോലെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. അടുത്തത് പെരുമാൾ മുരുകൻ. നിങ്ങൾക്കറിയാം ഫയർ ബേർഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? പെരുമാൾ മുരുകനാണ്. ആ പേര് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഏഷ്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക്? പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് ബാങ്ക് ആരംഭിച്ച പദ്ധതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്? ഇപ്പൊ പല ബാങ്കുകൾ എന്താണ് ഡിജിറ്റൽ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് ആരംഭിച്ചിരിക്കുന്ന ബാങ്ക് ഏതാണ്? എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ്. ദെൻ 2023 ഓഗസ്റ്റിൽ റഷ്യ വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യം ലൂണ 25 എന്ന് പറയും. അപ്പൊ നമ്മള് ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 സക്സസ്ഫുള്ളി ലാൻഡ് ആകും. അപ്പൊ അതിനു മുമ്പ് മീൻസ് എന്ത് ചെയ്യുക? വളരെ കുറഞ്ഞ സമയം കൊണ്ട് മീൻസ് ചന്ദ്രനിലെത്തുക എന്ന് പറയുന്നതായിരുന്നു ലൂണയുടെ ലക്ഷ്യം. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ക്രാഷ് ലാൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ 2023 നമ്മൾ ജൂലൈയിൽ ലോഞ്ച് ചെയ്തതാണ്. ജൂലൈ 14 ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഓഗസ്റ്റ് 23 എത്തിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഏകദേശം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 40 ദിവസത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ 6-7 ദിവസം കൊണ്ട് ഈ ഒരു സംവിധാനം ചന്ദ്രനിൽ എത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെയായിരുന്നു റഷ്യ. കാരണം റഷ്യക്ക് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൾ ഓവർ ദി വേൾഡ് അല്ലെ, ഓൾ ഓവർ ദി വേൾഡ് നമുക്ക് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ സംവിധാനങ്ങൾ ഉള്ളത് ആരെടുത്താണ്? വെസ്റ്റ് കൺട്രീസ് ആണ് അല്ലെ, UK, US. അപ്പൊ ഈ രാജ്യങ്ങളുമായി സഹകരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. റഷ്യക്ക് വെസ്റ്റ് സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഓഗസ്റ്റിൽ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകം എന്താണ്? മെമ്മറീസ് നെവർ ഡൈ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി എന്താണ്? നവകിരണം. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി എന്താണ്? സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയാണ്. അതിന്റെ പേരെന്താണ്? നവകിരണം എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിർവീര്യമാക്കപ്പെടാത്ത ബോംബ് കണ്ടെത്തിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. അപ്പൊ ജർമ്മനിയിൽ ഇപ്പോഴും രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടായിരുന്ന ഇപ്പോഴും നിർവീര്യമാക്കപ്പെടാത്ത ബോംബ് കണ്ടെത്തിയത് എവിടെയാണ്? അത് ജർമ്മനിയിലാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ഒരു ഫാക്ട് ഒന്ന് ശ്രദ്ധിക്കാം. യൂണിഫോം സിവിൽ കോഡിനെതിരെ അഥവാ UCCക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആരാണ്? കേരളമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അടുത്ത കാര്യം, കേരള റബ്ബർ കർഷകരുമായി സഹകരിക്കുന്ന ജാപ്പനീസ് ടയർ കമ്പനി ഏതാണ്? ബ്രിഡ്ജിസ്റ്റോൺ. അപ്പൊ കേരളത്തിലെ റബ്ബർ കർഷകരുമായി സഹകരിക്കുന്ന ജാപ്പനീസ് കമ്പനിയാണ് എന്ത്? ബ്രിഡ്ജിസ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ടയർ കമ്പനിയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത് പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ എവിടെയാണ് നിലവിൽ വരുന്നത്? അത് പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് M മണികുമാർ ആണ്. ഇപ്പോഴും റീസെന്റ് ആയിട്ട് SHRCയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം എന്താണ് മീൻസ് നമ്മളുടെ ഗവർണറുമായിട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു പേര് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. സ്വകാര്യ കമ്പനിക്കായി ISRO നിർമ്മിക്കുന്ന ആദ്യ ഉപഗ്രഹം ഏതാണ്? GSAT-24. അപ്പൊ GSAT-24 എന്ന് പറയുന്നതാണ് സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ISRO നിർമ്മിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹം. ഇനി കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? AA റഷീദാണ്. ഓക്കെ, ഇത് 2023 ഫാക്ട് ആണ്. പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം. ഓക്കെ, കാരണം നിങ്ങളുടെ പരീക്ഷ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതുപോലെയുള്ള കമ്മീഷൻ ചെയർമാൻമാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പഠിക്കാം.
ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ്? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു, ഞാൻ ചന്ദ്രന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവിക്കുന്നു എന്നതാണ് ഈ പറയുന്ന ചന്ദ്രയാൻ 3യിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിൻഡ് ടർബൈൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചൈന റിന്യൂവബിൾ എനർജിയിൽ അഥവാ ഇപ്പം EV മാനുഫാക്ചറിങ്ങിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഏറ്റവും വലിയ വിൻഡ് ടർബൈൻ പ്രവർത്തനം ആരംഭിച്ച രാജ്യം കൂടി ആരാണ്? ചൈനയാണ്. ഈ അടുത്ത് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന എന്താണ്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. വാഹനവുമായി ബന്ധപ്പെട്ടാണല്ലോ സ്റ്റെപ്പിനി. അപ്പം ഡ്രൈവിംഗ് സ്കൂളുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് എന്ത്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്ന് പറയുന്നത്. പ്രവർത്തനം നിലച്ചതിന് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എന്താണ്? എയോലസ് എന്ന് പറയും. ഇതാണ് പ്രവർത്തനം നിലച്ചതിന്റെ പേരിൽ ഭൂമിയിലേക്ക് എന്ത് ചെയ്തത്? തിരിച്ചിറക്കിയത്. 2022 കടുവകളുടെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. കാരണം ഏറ്റവും മധ്യത്തിൽ നിൽക്കുന്നത് ആരാണ്? മധ്യപ്രദേശാണ്. സെൻസസ് പ്രകാരം കടുവകളുടെ എണ്ണം 3682 ഈ ഒരു ഫാക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉയരെ. അപ്പൊ വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷൻ ഈ പറയുന്ന 2 സംവിധാനങ്ങൾ കൂടി സഹകരിക്കുന്ന പദ്ധതിയാണ്. കുട്ടികൾ ഉയരത്തിലേക്ക് എത്തട്ടെ, പക്ഷെ എന്ത് ചെയ്യാൻ? അവര് ലഹരിക്ക് അടിമകളാകരുത്. 2023 ഓസ്കാർ പുരസ്കാര വിദേശ ഭാഷ വിഭാഗത്തിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? 2018. നമുക്കറിയാം, കാരണം ആകെ ഓസ്കാറിൽ നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നതാണ്, അല്ലെ? അല്ലെങ്കിൽ അവിടെ ഇറങ്ങുകയും അത് അത്രയും ആളുകൾ കാണുകയൊക്കെ ചെയ്യണം. കാരണം അതുകൊണ്ട് തന്നെ മലയാള സിനിമകൾക്ക് പരിമിതിയുണ്ട്. എന്നാലും ഈ പറയുന്ന വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി 2018 ആയിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന 2023 ജേതാവ് ആരാണ്? വഹീദ റഹ്മാനാണ്. 2023 സെപ്റ്റംബറിൽ വീരാങ്കണ ദുർഗാവതി കടുവാ സങ്കേതം നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കടുവ സെൻസസ് അല്ലെങ്കിൽ എന്താണ് പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? അത് ഈ പറയുന്ന മധ്യപ്രദേശാണ്. അവിടെ തന്നെയാണ് വീരാങ്കണ ദുർഗാവതി കടുവാ സങ്കേതം നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം എന്നായിരുന്നു? സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 19 എന്ത് ചെയ്യുന്നത്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം. ആദ്യ ബില്ല് എന്താണ്? വനിതാ സംവരണ ബില്ല്. അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ചു, ആദ്യമായി പാസാക്കിയെടുത്ത ബില്ലും വനിതാ സംവരണ ബില്ലാണ്, അല്ലെ? അപ്പൊ ഈ പറയുന്ന വുമൺ റിസർവേഷൻ ബില്ലാണ് എന്ത് ചെയ്യുന്നത്? പാസാക്കിയെടുത്തത്. അടുത്തൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകളെ ക്ഷേത്ര പൂജാരിമാരായി നിയമിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടുമാണ്. ഓക്കെ, ഇനി നിപ്പ വൈറസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല. കാരണം 2023 സെപ്റ്റംബറിൽ നിപ്പ വൈറസ് ഇതിനു മുമ്പും 4ാമത് തവണയെങ്ങാനാണ് കോഴിക്കോട് ഇത് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പും ഒരുപാട് തവണ സ്ഥിരീകരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നിപ്പ വൈറസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ലോക ജനാധിപത്യ ദിനം സെപ്റ്റംബർ 15 ലോക ജനാധിപത്യ ദിനം. അതിന്റെ പ്രമേയം എംപവറിംഗ് ദി നെക്സ്റ്റ് ജനറേഷൻ. അപ്പൊ പുതിയ തലമുറയെ എന്ത് ചെയ്യുക? നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യുക? പുതിയ തലമുറയെ നമ്മൾ ഒന്നുകൂടി വാർത്തെടുക്കുക, എംപവർ ചെയ്യുക എന്ന് പറയുന്നതാണ് ലോക ജനാധിപത്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. വേൾഡ് ഓസോൺ ദിനം സെപ്റ്റംബർ 16. അതിന്റെ പ്രമേയം എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഫിക്സിംഗ് ദി ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിങ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓസോൺ ലെയർ അവിടെ തന്നെ നിലനിർത്താൻ നമ്മൾക്ക് സാധിക്കണം. പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ത്? PM വിശ്വകർമ്മ എന്ന് പറയും. PM വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് സർട്ടിഫിക്കേഷനും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ട്രെയിനിങ്ങിന്റെ സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നൽകുന്ന ഒരു പദ്ധതിയാണ് PM വിശ്വകർമ്മ എന്ന് പറയും. വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? 2023 അത് കൊച്ചിയാണ്.
അടുത്തൊരു കാര്യം, ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി ആരാണ്? കിരൺ ജോർജ്. 2023 ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി ആരാണ്? കിരൺ ജോർജ് ആണ്. പേരൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. 2023 സെപ്റ്റംബറിൽ ഭൂകമ്പത്തിൽ തകർന്ന മൊറോക്കോയിലെ യുനെസ്കോ നഗരം ഏതാണ്? മാരഗുയിഷ് എന്ന് പറയും. അപ്പൊ 2023 സെപ്റ്റംബറിൽ മൊറോക്കോയിൽ ഭൂകമ്പം നടന്നപ്പോൾ തകർന്ന യുനെസ്കോ നഗരം ഏതാണ്? മാരഗേഷ് എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം എവിടെയാണ് വരുന്നത്? ലഡാക്കിലാണ്. എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം വരുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ഇനി പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ കേരളത്തിലെ ആദ്യ ഉപഗ്രഹം ഏതാണ്? വിസാറ്റ്. വി ഫോർ വുമൺ, വിസാറ്റ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്ന ഉപഗ്രഹം. ദെൻ നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ പറഞ്ഞു, വിംബിൾഡൺ പറഞ്ഞു അല്ലെ. അപ്പൊ ഫ്രഞ്ച് ഓപ്പണിൽ ജേതാവായ അതേ എന്താണ് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ് US ഓപ്പണിലും എന്ത് ചെയ്യുന്നത്? ജേതാവാകുന്നത്. അതേ സമയത്ത് വനിതകളിൽ വ്യത്യാസമുണ്ട്. കോക്കോ ഗൗഫ് അമേരിക്കയാണ് എന്ത് ചെയ്യുന്നത്? US ഓപ്പണിൽ വിജയിച്ചിരിക്കുന്നത്. കാരണം ഓരോന്നിലും ലേഡികൾ വ്യത്യാസമുണ്ട്. US ഓപ്പണിലും ഫ്രഞ്ച് ഓപ്പണിലും ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. ദെൻ അതേ സമയത്ത് എന്താണ്? വിംബിൾഡണിൽ അൽക്കാരസ് ആണ്. ഓക്കെ, അടുത്ത കാര്യം, 2023 സെപ്റ്റംബറിൽ ഏത് സംഘടനയ്ക്കാണ് G20യിൽ സ്ഥിര അംഗത്വം ലഭിച്ചത്? നിങ്ങൾക്കറിയാം G20യുടെ ഭാഗമായിട്ട് ആഫ്രിക്കൻ യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ G20യിൽ പുതിയ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന രാജ്യം ആരാണ്? ആഫ്രിക്കൻ യൂണിയൻ ആണ്. അതോടുകൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം, ബ്രിക്സിൽ 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ 6 രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് 6 രാജ്യങ്ങൾ? ഈ 6 രാജ്യങ്ങളിൽ ഒരു രാജ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾക്ക് ബ്രിക്സിന്റെ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പരസ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കാം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ്? വിസ്മയ പാർക്കാണ്. അപ്പൊ പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക്. നിങ്ങൾക്കറിയാം കൊച്ചി വിമാനത്താവളമൊക്കെ എന്താണ്? പരിപൂർണമായിട്ടും സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്തൊരു കാര്യം, പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ്. പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ. അപ്പൊ പോർട്ടബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ്. ചൈന പുറത്തിറക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലസ്കോപ്പ് എന്നാണ്? മോസി വൈഡ് ഫീൽഡ് സർവേ ടെലസ്കോപ്പ് എന്നാണ്. അപ്പൊ ചൈന പുറത്തിറക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലസ്കോപ്പിന്റെ പേരെന്താണ്? മോസി വൈഡ് ഫീൽഡ് സർവേ ടെലസ്കോപ്പ് എന്ന് പറയും. ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? അപ്പൊ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 നമ്മൾ പറഞ്ഞു. ദെൻ റഷ്യയുടെ ഫെയിലിയർ ആയ ലൂണ 25 പറഞ്ഞു. അതേപോലെ തന്നെ സ്ലിം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ്. ദെൻ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ആദിത്യ L1 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം എന്താണ്? ആദിത്യ L1 ആണ്. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. അപ്പൊ 2023 ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. 2024 ആരാണ്? ബ്രസീലാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം എന്ന് പറയുന്നത് ഏതാണ്? ആദിത്യ L1 ആണ്. ഓക്കെ, അപ്പൊ ആദിത്യ L1 അത് ലാഗ്രാഞ്ച് പോയിന്റ്. ലാഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് സൂര്യനായിരിക്കും, ഇത് ഭൂമി ആയിരിക്കും. ഓക്കെ, അപ്പൊ സൂര്യനും ഭൂമിക്കും ഇടയിൽ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫുള്ള് 0 ആകുന്ന പോയിന്റുകളെയാണ് നമ്മൾ ലാഗ്രാഞ്ച് പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ഥലം പ്രധാനമായും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ലാഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 പോയിന്റുകളായിരിക്കും ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന പോയിന്റുകളൊന്നും നമുക്ക് ഫീസിബിൾ അല്ല. ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ലാഗ്രാഞ്ച് പോയിന്റ് 1 ആണ്. സണ്ണിനും അതേപോലെ തന്നെ എർത്തിനും ഇടയിൽ കിടക്കുന്ന സ്ഥലം. ഇനി ഓൺലൈൻ സിനിമ ടിക്കറ്റിനായി കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. അവ ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിനിമ ടിക്കറ്റ് എടുക്കാം. അതിനുവേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്റെ ഷോ. കാരണം മൈ ഷോ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ദെൻ ISRO ചെയർമാൻ S സോമനാഥിന്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പറയും. കാരണം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഒന്ന് അറിഞ്ഞു വെക്കാം. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? കുളത്തപ്പുഴ എന്ന് പറയും. അതെവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്.
2023 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. മികച്ച നടിക്കുള്ള 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മഞ്ജു വാര്യർ ആണ്. ഇനി ഏത് മലയാള നടനുള്ള ആദരവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ പാർലമെന്റ് സമിതി പേഴ്സണൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? അത് ശ്രീ മമ്മൂട്ടി എന്ന് പറയുന്ന ഇതിഹാസ നായകനോടുള്ള സ്മരണാർത്ഥമാണ്. അടുത്തൊരു ഫാക്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. അവ സ്ത്രീകളുടെ വർക്ക് ഫോഴ്സിലുള്ള പാർട്ടിസിപ്പേഷനുമായി, കാരണം ഇവര് അമേരിക്ക കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഈ പറയുന്ന സ്ത്രീകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലോഡിയ ഗോൾഡിൻ ആണ്. വയലാർ അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നതാണ്. അപ്പൊ വയലാർ അവാർഡ് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം. നമ്മൾ പറഞ്ഞു കേരളം ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ, അപ്പൊ നൈറ്റ് ലൈഫ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള മാനവീയം വീതിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് മാനവീയം വീതി. അത് തിരുവനന്തപുരത്താണ്. സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദി എന്ന് പറയും. കാരണം ഇറാനിയൻ ഗവൺമെന്റിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുകയും അവര് ജയിലിൽ തന്നെയാണ്. ഇത് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്തും ഇത് വാങ്ങാൻ പോലും അവരുടെ ഫാമിലിയെ അനുവദിച്ചിട്ടില്ല. അവസാനം എന്താണ്? ഇവരുടെ കുട്ടികൾ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സമാധാന നോബൽ. കാരണം നോബൽ സമ്മാനം വാങ്ങാനെങ്കിലും ഇവരെ വിടണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? സർക്കാർ ചെയ്തിട്ടില്ല. കേരളത്തിലെ ആദ്യ ബീച്ച് എക്കോ ടൂറിസം എവിടെയാണ്? പുന്നപ്രയം. ഓക്കെ, അപ്പോ കേരളത്തിലെ ആദ്യ ബീച്ച് എക്കോ ടൂറിസം നിലവിൽ വരുന്നത് എവിടെയാണ്? പുന്നപ്ര. വൈദ്യശാസ്ത്ര നോബൽ നമുക്ക് പറയാം mRNA എന്ന് പറയുന്ന, കാരണം ഈ വാക്സിന്റെ ഉൽപാദനത്തിലേക്കൊക്കെ നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് mRNA. അത് കാതലിൻ കാരിക്കോ അതേപോലെ തന്നെ ഡു വിസ്മാൻ, ഈ പറയുന്ന രണ്ടാളുകൾക്കാണ് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ബീജത്തിന്റെയോ അണ്ടത്തിന്റെയോ ഗർഭപാത്രത്തിന്റെയോ സഹായമില്ലാതെ 14 ദിവസം പ്രായമായ മനുഷ്യ ഭ്രൂണ മാതൃക സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഇസ്രായേൽ. അപ്പം ബീജല്ല, അണ്ടല്ല, ഗർഭാശയല്ല, ഇതിന്റെ ഒന്നും സഹായമില്ലാതെ 14 ദിവസം പ്രായമായ മനുഷ്യ ഭ്രൂണ മാതൃക സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? അത് നമ്മളുടെ മീൻസ് എന്താണ്? ഇസ്രായേൽ. ദെൻ 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനാരാണ്? MS സ്വാമിനാഥനാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2024 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഏത് അവാർഡായിരുന്നു? ഭാരതരത്ന. അപ്പൊ ഭാരതരത്ന അവാർഡ് ലഭിച്ച ഒരാൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? MS സ്വാമിനാഥൻ. അപ്പൊ പോസ്റ്റുമസ്ലി ആണ് ലഭിച്ചിരിക്കുന്നത്. 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. 2023 സംസ്ഥാന സ്കൂൾ ഗെയിംസിന് വേദിയാകുന്ന ജില്ല ഏതാണ്? കണ്ണൂരാണ്. അതേപോലെ തന്നെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈല്. അപ്പൊ 2023 നവംബറിലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പ്രളയ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ദെൻ ആർ ശങ്കർ ഫൗണ്ടേഷന്റെ ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് മരണാനന്തര ബഹുമതിയാണ്. ആർക്കാണ്? ആർ ശങ്കർ ഫൗണ്ടേഷന്റെ ബഹുമതി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിക്കാണ്, കേരളത്തിന്. സ്തനാർബുദം തടയുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ മരുന്നായ അനാസ്ട്രസോൾ ഗുളിക ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. അപ്പൊ സ്തനാർബുദം തടയുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ മരുന്നായ അനാസ്ട്രസോൾ ഗുളിക ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അനുമതി നൽകിയിരിക്കുന്ന രാജ്യം ആരാണ്? ബ്രിട്ടനാണ്. 2023 ഇന്റർനാഷണൽ ആയുഷ് കോൺഫറൻസിന് വേദിയാകുന്നത് ആരാണ്? ദുബായ്. 2023 ആയുഷ് ഇന്റർനാഷണൽ ആയുഷ് കോൺഫറൻസിന്, ആയുഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആയുർവേദ ഇതുപോലെയുള്ള സംഗതികളാണല്ലോ. ഓക്കെ, അപ്പൊ അതിന് കോൺഫറൻസിന് വേദിയാകിയത് ദുബായ് ആണ്. അടുത്ത വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകങ്ങളിൽ പോക്സോ നിയമം കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? കേരളം. അപ്പൊ അടുത്ത വർഷം മുതൽ മീൻസ് സോഷ്യൽ സയൻസ് പുസ്തകങ്ങളിൽ പോക്സോ നിയമം കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളമാണ്. സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പുകളുടെയും കാര്യക്ഷമമായ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ആണ് എൻകോൺ. കാരണം ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ പ്രവണത ഇത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ല തൃശ്ശൂരാണ്. അപ്പൊ ആത്മഹത്യ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം, അപ്പൊ ഈ പറയുന്ന എന്താണ് ആത്മഹത്യാ പ്രവണതയുള്ള അല്ലെങ്കിൽ ആത്മഹത്യ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അത് തൃശ്ശൂരിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ടൈം ഔട്ടായി പുറത്തായ ആദ്യ ബാറ്റർ ആരാണ്? ഏഞ്ചലോ മാത്യൂസ് ആണ്. കാരണം ബംഗ്ലാദേശിന്റെ ഷാക്കിബുൽ ഹസൻ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഒരു അപ്പീല് കാരണമാണ് എന്ത് ചെയ്യുന്നത്, മീൻസ് ആഞ്ചലോ മാത്യൂസ് ശ്രീലങ്കൻ താരമാണ് ആദ്യമായിട്ട് ടൈം ഔട്ട് ആകുന്നത്. കാരണം ലാസ്റ്റ് ലോകകപ്പ് കൂടിയാണ്. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അനുമതി ലഭിച്ച ഏക ബാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ SBI ബ്രാഞ്ചുകൾക്കും പറ്റില്ല, SBIയുടെ സ്പെസിഫൈഡ് ബ്രാഞ്ചുകൾക്ക് മാത്രം. ഇത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഹീരലാൽ സാമരിയ എന്ന് പറയും. 2023 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം അല്ലെ, അപ്പോ ഈ പറയുന്ന COP28 കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ച് അത് ഏതാണ്? ദുബായിലാണ് നടന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? EMS ധോണിയാണ്. ഓക്കെ, അപ്പൊ SBIയുടെ പുതിയ പരിസരത്തിലൊക്കെ MS ധോണിയാണ് വരുന്നത്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. കാരണം ഒരുപാട് സാഹിത്യകാരന്മാരെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് അഭിമാന പുരസ്കാരം പറയാവുന്ന ഒരു കേരളത്തിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ജില്ലയാണ്, അല്ലെ ഒരു പ്രദേശമാണ് കോഴിക്കോട്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? SK വത്സനാണ്. ദെൻ നവംബർ 1 കേരള പിറവി ദിനത്തിൽ കേരള തനിമ ലോകത്തിന് മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കേരളീയം 2023 എന്ന് പറയും. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം എന്തായാലും ശ്രദ്ധിക്കണം, വസന്തനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫാക്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കേരളീയം എന്ന് പറയുന്ന ഒരു ഫാക്ട് കൂടി ശ്രദ്ധിക്കാം. അപ്പൊ ഇതോടുകൂടി 2023 അഥവാ 2023 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ 5 ക്ലാസ്സുകൾ വളരെ സമഗ്രമായ രീതിയിൽ, അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സുകളും ശ്രദ്ധിക്കണം, ഈ നോട്ടുകളും ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ വളരെ നമ്മൾ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കണ്ടന്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.